പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഈ പ്രഭാതവേളയിൽ ആഹ്ലാദത്തോടിരിക്കുന്നുണ്ടോ? ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സന്തോഷം തന്നെയല്ലേ? നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും മനസ്സിലൊരു സമാധാനവും ശാന്തതയും സന്തോഷവും. എന്ത് നടന്നാലും നടന്നോട്ടെ, യേശു കൂടെയുണ്ടല്ലോ എന്നൊരു വിശ്വാസമുണ്ടാകും. നമ്മൾ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ശരി, ഈ തോട്ടം കാണുന്നുണ്ടോ? പ്രാർത്ഥനാ തോട്ടമെന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഒരു തോട്ടം തന്നിരിക്കുന്നു. ആദ്യത്തെ ഭാഗം ഗാർഡൻ ഓഫ് വർക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോടൊത്ത് നടക്കുന്ന ഒരു തോട്ടം. രണ്ടാമത്തെ ഭാഗം ഗത്സമനെ തോട്ടം. യേശു ഗത്സമനെ തോട്ടത്തിൽ ചെന്ന് താങ്ങാനാവാത്ത വേദനയോടെ പ്രാർത്ഥിച്ചിരുന്നില്ലേ? അവിടെ യേശു കരഞ്ഞുകൊണ്ട് നെടുവീർപ്പുകളോടെ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. ഗത്സമനെ തോട്ടം ഒരു പ്രാർത്ഥനാ തോട്ടമാണ്. അതുപോലെ ഈ ഭാഗം മുഴുവനും പ്രാർത്ഥനാ തോട്ടമാക്കി നിർമ്മിച്ചിരിക്കുകയാണ്. അതിനകത്ത് കയറിയാൽ തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാ കുറിപ്പുകൾ അതിലുണ്ടാകും. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ വിവരങ്ങളും പ്രാർത്ഥനാ കുറിപ്പുകളും ഉണ്ടാകും. ഓരോന്നും നോക്കി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാം. ആരും ശല്യപ്പെടുത്തുകയില്ല. നിങ്ങൾക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം, കരഞ്ഞു പ്രാർത്ഥിക്കാം. അതുപോലെ ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ തോട്ടമാണ് ഇത്. ശരി, ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വാഗ്ദത്തം എന്താണ് എന്ന് ചോദിക്കുകയാണോ? 37 സങ്കീർത്തനം 27 വാക്യം. ദൈവം ഒരു വാക്യം പറയുന്നു: എന്റെ മകനെ, മകളെ, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. ദോഷമാണെന്നറിയുന്നുണ്ടോ? അതിന്നൊഴിഞ്ഞു മാറ്. നന്മ ചെയ്യുക, അപ്പോൾ നീ സദാകാലവും ജീവിക്കും. ജോലി ശാശ്വതമല്ല, നിലനിൽക്കുമോ എന്നറിയില്ല. ബിസിനസ് ഇടയ്ക്കിടയ്ക്ക് മേലെയും താഴെയും പോകുന്നു, നിലനിൽക്കുമോ എന്നറിയില്ല. എപ്പോഴും സാമ്പത്തിക പ്രശ്നം, പട്ടിണി, വീഴ്ചകൾ, ഇവയെല്ലാം കാണുമ്പോൾ പിടിച്ചു നിൽക്കാനാകുമോ എന്നറിയില്ല. ഈ പരിതസ്ഥിതി ഇന്ന് അനേകം പേർക്ക് ജോലി ശാശ്വതമാണോ, നിലനിൽക്കുമോ എന്നുള്ള ഭയം, ബിസിനസ് നിലനിൽക്കുമോ എന്നുള്ള ഭയം, ശുശ്രൂഷയിൽ പല പ്രശ്നങ്ങൾ, നിലനിൽക്കാനാകുമോ എന്നുള്ള ഭയം. ഇങ്ങനെ അനേകം പേർക്ക് ഭയം. പക്ഷേ നിങ്ങൾ നിലനിൽക്കണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ദോഷം വിട്ട് അകലണം. ദോഷമായി തോന്നുന്ന ഏത് കാര്യത്തെയും വിട്ട് നന്മ ചെയ്യണം. ഈ 2 കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. ദോഷം വിട്ടകന്ന് നന്മ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിലനിൽക്കാനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനെ അറിയാം. അയാളൊരു പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നു. അവിടെ പല വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ വ്യക്തി രക്ഷിക്കപ്പെട്ട യേശുവിനായി ഏൽപ്പിച്ചു കൊടുത്തു. ആരോടും കൈക്കൂലി വാങ്ങാറില്ല, ഒന്നും തന്നെ. ആഘോഷക്കാലത്ത് എന്തെങ്കിലും കൊടുത്താൽ പോലും ഒന്നും തന്നെ വാങ്ങാറില്ല. എനിക്ക് വേണ്ട, എനിക്ക് ദൈവം ശമ്പളം തരുന്നുണ്ട്, ജോലി ചെയ്യുന്നതിനുള്ള കൂലി. ദോഷമുള്ള ഒരു കാര്യങ്ങളും കൈക്കൂലി വാങ്ങുന്നത് ദോഷമാണ് എന്ന് പറയും. അതിനാൽ ആ പോലീസ് സ്റ്റേഷനിൽ അയാൾ സാമിയാർ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും സാമിയാർ എന്നാണ് വിളിക്കുക. സാമിയാർ എന്നാലേ അറിയൂ. മേലുദ്യോഗസ്ഥൻ വളരെ സന്തോഷത്തോടെ കൈക്കൂലി വാങ്ങി ജീവിക്കുന്നയാളാണ്. പക്ഷേ ഇയാൾ വാങ്ങാറില്ലല്ലോ. അതുകൊണ്ട് ആദ്യമൊക്കെ മനസാക്ഷി കുത്തിയിരുന്നു. എല്ലാവർക്കും ഷെയർ കൊടുത്താലും ഇയാൾ മാത്രം വാങ്ങുന്നില്ലല്ലോ എന്ന്. അയാളുടെ വിഷമവും ദേഷ്യവും ഉണ്ടായിരുന്നു. എല്ലാവരും അയാളെ സാമിയാർ എന്ന് വിളിക്കും, എന്നിട്ട് പരിഹസിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ചേർന്ന് അയാളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അയാൾ അതൊന്നും കാര്യമാക്കില്ല. ഞാൻ ദൈവത്തോട് വിശ്വസ്തതയുള്ളവനാണ്, സത്യസന്ധതയോടെ ആയിരിക്കണം, ദോഷമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല എന്ന് അയാൾ ഉറച്ചിരുന്നു. എന്തു സംഭവിച്ചു എന്നറിയാമോ? ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇയാളെക്കുറിച്ചറിഞ്ഞ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇയാളെ ഏൽപ്പിച്ച് ഇയാളോട് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. ഇയാളോടാണ് ചെയ്യാൻ പറയാറ്. എല്ലാവർക്കും നടുവിൽ അയാളെ ബഹുമാനിച്ചു. പക്ഷേ പരിഹസിച്ചിരുന്നവരെല്ലാം വരും. ഒരു ദിവസം കൈക്കൂലി കേസിൽ കുടുങ്ങി അയാൾ ആകെ അപമാനപ്പെട്ടു പോയി. അവർക്ക് ജോലിയിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല, അത്ര തന്നെ. അവരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇയാള് സത്യസന്ധനായതുകൊണ്ട് നിലനിന്നു, മനോല്ലാസത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അതാണ് ദൈവം പറയുന്നത്, ദോഷം ചെയ്യരുത് എന്ന്. ദോഷമുള്ള കാര്യങ്ങളെ വിട്ടകലണം. ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് ചെയ്താലും ദോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ലാഭം നേടാൻ തുനിയരുത്. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദുഷിച്ച കാര്യങ്ങൾക്കിടം കൊടുക്കരുത്. നേരുള്ളവരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം.
ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതാണ് അയാളുടെ കടമ. അതിനാൽ ജനങ്ങൾക്ക് നന്മ ചെയ്യണം. നിങ്ങളെ വിശ്വസിച്ച് ആ പദവി ദൈവമാണ് തന്നിരിക്കുന്നത്. അതിനാൽ സർക്കാർ ജോലി ദൈവത്തിന്റെ ജോലിയാണെന്ന് പറയും. അത് ശരിയാണ്. ജനങ്ങൾക്ക് സേവ ചെയ്യണം. സത്യസന്ധതയോടെ ജനങ്ങൾക്ക് നല്ലത് ചെയ്തു നോക്കൂ. നിങ്ങൾ നിലനിൽക്കുന്നതാണ്, അനുഗ്രഹിക്കപ്പെടുന്നതാണ്. എന്നാൽ ദൈവത്തോട് പറയൂ, ഞാൻ എന്ത് ചെയ്താലും നേരോടെയും നെറുവോടെയും ചെയ്യും, ആരെയും പറ്റിക്കില്ല. എന്റെ കച്ചവടത്തെയോ എന്റെ ബിസിനസ് കാര്യങ്ങളിലോ തെറ്റായ പ്രവൃത്തികൾക്കിടം കൊടുക്കില്ല എന്ന് സമർപ്പിക്കൂ. നിങ്ങളെ ദൈവം നിലനിർത്തും. ദൈവമേ, അങ്ങ് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരോടെയും സത്യസന്ധതയോടും നടക്കാൻ, ദോഷങ്ങളെ വിട്ടകലാൻ എന്നെ സഹായിക്കണമേ ദൈവമേ. ദോഷകരമായ കാര്യങ്ങളിൽ ഞാൻ കൈവെക്കാതെ കാത്തുകൊള്ളണമേ. ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനായി എന്നെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.